ചെയ്യുന്നതിനാവശ്യമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ ഉത്സവ ഭത്ത 1200 രൂപയാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അംഗനവാടി ജീവനക്കാരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുത്തുക, ജീവനക്കാരാക്കി മാറ്റുക, ഇതെല്ലാം പിന്നെ കേന്ദ്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യവും പൊതുവെ ഇടതുപക്ഷത്തിന്റെ ആവശ്യവും അതുതന്നെയാണ്. ഇത്തരം കാര്യങ്ങളുടെ തൊഴിലാളികളായി ഉൾക്കൊള്ളിക്കുന്നതിന് അംഗീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ യൂണിയൻ ഗവൺമെന്റ് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സമീപനമല്ല, വളരെ ചെറിയ പണം മാത്രമാണ് ഇത്തരത്തിൽ വേതനത്തിന് പോലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് സംവിധാനം, ESI സംവിധാനമില്ല. കേന്ദ്രാവിഷ്കൃത ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമായിക്കൊണ്ടിപ്പോൾ 2,90,75,016 രൂപ ക്ലെയിം നൽകുന്നതിന് വേണ്ടി രണ്ട് ഗവൺമെന്റുകളും കൂടി ചെലവഴിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആശുപത്രി ചികിത്സയ്ക്ക് 5 ലക്ഷം രൂപ വരെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ യാത്രാബത്ത നൽകി വന്നിരുന്നു. എന്നാൽ 2021-22 മുതൽ അത്തരത്തിലുള്ള 2021 വരെ നൽകിക്കൊണ്ടിരുന്നു. അതിനുശേഷം യാത്രാബത്ത നൽകാൻ പാടില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുകയുണ്ടായി. TO കമ്പോണന്റ് അതിനകത്ത് ഒഴിവാക്കി. അതുകൊണ്ട് TO കമ്പോണന്റ് നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ TO കമ്പോണന്റും ഇതിന്റെ ഭാഗമാക്കി മാറ്റണം എന്നത് യൂണിയൻ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായി വന്നിട്ടുള്ളത് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനമാണ്. ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ 2009 മുതൽ 500 രൂപ 300 രൂപ നിരക്കിലായിരുന്നു അവർക്കുള്ള പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2500 1500 രൂപ എന്ന നിലയിലേക്ക് പെൻഷൻ വരുന്നുണ്ട്. അതിനകത്ത് വിഹിതത്തിന്റെ കാര്യത്തിൽ ഒരു പരിമിതി ഉണ്ടായിരുന്നത് താൽക്കാലിക ജീവനക്കാർ കൂടുതൽ ഉണ്ടായിരുന്നു. അവർ ഈ വിഹിതത്തിൽ വരുന്ന ആ പട്ടികയിൽ വരില്ല. അതുകൊണ്ട് ക്ഷേമനിധി ബോർഡിന്റെ അംശാദായത്തിനകത്തും പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ആ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും റിക്രൂട്ട്മെന്റ് നടത്താനും ഇപ്പോൾ നേരത്തെ 4647 ആയിരുന്നു 1781 കുറയ്ക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ഒഴിവുകളെല്ലാം തന്നെ സ്ഥിരം ഒഴിവുകളായി റിക്രൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളും സർക്കാർ സമയബന്ധിതമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിരമിച്ച അംഗനവാടി ജീവനക്കാർ 9582 വർക്കർമാരും അവർക്ക് 2500 രൂപ നിരക്കിലും ഹെൽപ്പർമാർക്ക് 1500 രൂപ നിരക്കിലും ആകെ 19,629 പേർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്നതിനായി 3,90,25,500 രൂപ ചെലവ് വരുന്നുണ്ട്. ഇതിന് പുറമെ പ്രവർത്തകർ ക്ഷേമനിധിയിലേക്ക് അടച്ച തുക, അതിൻ്റെ 8% ബാങ്ക് പലിശ, സർക്കാർ വിഹിതം എല്ലാം ചേർത്തിട്ടാണ് വിരമിക്കൽ അനുകൂലമായിട്ട് ഇപ്പോൾ 15,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,000 രൂപയും കൂടുതലായി നൽകി വരുന്നത്. അംഗനവാടി ക്ഷേമനിധി ബോർഡിന് പ്രതിമാസം ക്ഷേമനിധി വിഹിതമായി 2,10,98,000 രൂപ വരുമാനം ലഭിക്കുമ്പോൾ ഒരു മാസം പെൻഷൻ നൽകുന്നതിനായി 3,90,25,500 രൂപ ചെലവ് വരുന്നുണ്ട്. അതാണ് ക്ഷേമനിധി ബോർഡിന്റെ അധിക ബാധ്യതയായിട്ട് വരുന്നത്. അത് സംബന്ധിച്ച് പേയ്മെന്റ് ഗ്രാറ്റുവിറ്റിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. അത് അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം കുടിശ്ശികയാണുള്ളത്. ആ കുടിശ്ശിക നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് പുതുതായി ആ പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല. ആ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് 6 മാസത്തിലൊരിക്കൽ യോഗം ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളുടെ ഭാഗമായി വന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല.